നമ്മൾ ഇന്നലത്തെ വീഡിയോ കുറച്ച് വൈകിയിടാൻ കുറച്ചല്ല ഒരു ദിവസം തന്നെ വൈകി. എന്തോ ഒരു എറർ ഉണ്ടായിരുന്നു, അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു. രാത്രിയൊക്കെ ട്രൈ ചെയ്തു, രാവിലെ തൊട്ടേ ട്രൈ ചെയ്യുന്നതാണ്. ബട്ട് എനിവേ നമ്മൾ ഇന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണുക, എന്നിട്ട് മാത്രം ഈ ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ള ടോപ്പിക്കിലേക്ക് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് ഫിസിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ആ കണ്ടിന്യൂറ്റി മിസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന 90% അഷ്വർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കത് ചാൻസ് എടുക്കാൻ വയ്യ, അത് നമുക്ക് കണ്ടിന്യൂറ്റി മിസ് ചെയ്യാതെ തന്നെ പഠിച്ചു പോകേണ്ട കാര്യമാണ്. സോ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ പറ്റിയിട്ടും അതുപോലെ നമ്മൾ എൻഡ് ചെയ്തത് ഇലക്ട്രിക് ഡൈപോൾ എന്താന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഡൈപോൾ ഈസ് ആക്ച്വലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഒരു പെയർ ഓഫ് ചാർജുകളാണ്, ബട്ട് വൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. വൺ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ ഈസ് നെഗറ്റീവ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മളിവിടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആ ഡിസ്റ്റൻസിനെ 2a എന്നാണ് വിളിക്കുക. അതായത് പകുതിനെ എടുത്തു. ശരിക്കും സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കാതെ 2a എന്ന് എടുക്കുന്നത് നമ്മളൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനൊക്കെ നമുക്ക് ഡെറീവ് ചെയ്യുന്ന സമയത്ത് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഒരു കാര്യം മറക്കണ്ട, അവിടെ രണ്ട് ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ ആണ് പഠിക്കാനുള്ളത്. ഫോർ പോയിന്റ്സ് ഓൺ ദ ആക്സിസ് ആൻഡ് പോയിന്റ് ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ടോപ്പിക്കുകൾ തന്നെ പഠിക്കാണ്ട് എളുപ്പമാണ്. നിങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. നിങ്ങൾ നോക്ക്, കുറച്ചധികം എഴുതാനൊക്കെ ഉണ്ട്, പക്ഷെ എളുപ്പമാണ്. ഞാനും പഠിക്കുന്ന സമയത്ത് ഉള്ളത് പറയല്ല, ഞാൻ പരീക്ഷയ്ക്ക് ഇത് മര്യാദയ്ക്ക് എഴുതിയിട്ടില്ല, അന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് എടുക്കുകയാണെങ്കിൽ പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ എന്താണ് വരിക? 0 ആയിട്ട് കിട്ടുക. ഓക്കെ, പക്ഷെ ഇവിടെ ചാർജ് ടോട്ടൽ 0 ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. കാരണം എന്തായിരിക്കും കാരണം? ഇവർ കുറച്ചൊരു ഡിസ്റ്റൻസ് അല്ലേ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒരുപാട് ഫീൽഡ് ലൈനുകൾ ഉണ്ടാവില്ല. അതൊക്കെ കൂടി ഇപ്പൊ ക്യാൻസൽ ആവാന്ന് പറഞ്ഞാൽ പ്ലസിൽ നിന്നുള്ളത് മൈനസിലേക്ക് പോവാന്നുള്ള പോലെ ഇമാജിൻ ചെയ്താൽ മതി. അപ്പൊ മൈനസിന്റേതും ഉണ്ടാവും, അവരതും കുറെ മൈനസിലേക്ക് വരുന്ന പോലെ കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ 0 അല്ല. കുറച്ചൊക്കെ ക്യാൻസൽ ആവുന്നുണ്ട്, ശരിയാണ്. പക്ഷെ എല്ലാതും ക്യാൻസൽ ഔട്ട് ചെയ്യൂല. ഇനി അത് ക്യാൻസൽ ഔട്ട് ചെയ്യും എപ്പോ? ഒരുപാട് ദൂരത്താണെങ്കിൽ. അത് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോ ഡിസ്റ്റൻസ് r എന്ന് വിചാരിക്കുക. ദെൻ r > 2a ആണെങ്കിൽ ഒബ്വിയസ്ലി അത് എന്ത് ക്യാൻസൽ ആയി പോകും. നമുക്ക് ഇക്വേഷന്റെ കാര്യം അറിയാലോ, 1/4πε/q/r² നമ്മൾ പഠിച്ചാണല്ലോ. സോ ദൂരം കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ ചാർജുകൾ, ടോട്ടൽ ചാർജ് മാത്രമേ 0 ആവാൻ സാധ്യതയുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഓക്കെ, മൈനസിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ. ക്ലിയർ ആണെന്ന് പറഞ്ഞ കാര്യം. അപ്പൊ നമ്മളിനി നമ്മളുടെ ഫീൽഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ള ടോപ്പിക്ക് പോവാണ്. അപ്പൊ അതവിടെ ഡെറിവേഷനാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ഫീൽഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ, അത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സം 2a ഡിസ്റ്റൻസ്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഇമാജിൻ ചെയ്യുക. ആ പോയിന്റിലേക്ക് ഈ രണ്ട് ചാർജിനെ കൊണ്ടും കൂടി ഉണ്ടാവുന്ന ഇലക്ട്രിക് ഡൈപോൾ കൊണ്ട്, ഈ ഇലക്ട്രിക് ഡൈപോൾ അല്ലത്, ഈ ഇലക്ട്രിക് ഡൈപോൾ 2 ചാർജ് ഉണ്ട്. ഈ 2 ചാർജിനെ കൊണ്ടും കൂടി ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തലാണ് നമ്മൾ ആവശ്യം. അപ്പൊ ഇവിടെ വെക്ടർ ഒക്കെ പറയാനുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്. ഓക്കെ, ആദ്യം മുതൽക്കേ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. നമുക്ക് ഞാൻ പറയാം, എക്സാമിന് ഇപ്പോ നമ്മുടെ സിലബസ് കട്ട് ഷോട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കട്ട് ഷോട്ട് ചെയ്താലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പറിൽ. So in the introduction നമുക്ക് നോക്കാം. Electric field of the pair of charges at any point in space can be found out from Coulomb's law and the superposition principle. The results are simple for following two cases: when the point is on the dipole axis and when it is in the equatorial plane of the dipole. It is on plane perpendicular to the dipole axis through its center. The electric field at any general point P is obtained by adding electric fields E minus Q due to the charge minus Q and E plus Q due to the charge Q by the parallelogram law of vectors. ഇവിടെ ഇത്ര കാര്യം ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്, അതായത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൂളംസിലോ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും എളുപ്പത്തിൽ. നിങ്ങൾ പ്ലസ് ക്യൂ കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും മൈനസ് ക്യൂ കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അവിടെ നമുക്ക് റിസൾട്ടന്റ് കാണാനുണ്ടെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 കേസുകളാണ് ആക്സിസിലുള്ളതും അതുപോലെ ഇക്വിറ്റോറിയൽ പ്ലെയിനിലുള്ളതും. അതുകൊണ്ട് അത് രണ്ടും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ആ 2 ഡെറിവേഷനാണ്. അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാതെ നോക്കാതെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എഴുതാൻ പറ്റണം. അതാണ് നമ്മൾ ഇന്നത്തെ എയിം. ആ എയിം നമ്മൾ വിജയിച്ചാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. 4 മാർക്ക് 3 മാർക്ക് നമുക്ക് കിട്ടും. സോ അതിന് ഫസ്റ്റ് വൺ നോക്കാം. ഫോർ എ പോയിന്റ്സ് ഓൺ ദ ആക്സിസ്. ഇത് എളുപ്പാട്ടോ, ഫസ്റ്റ് വൺ എളുപ്പമാണ്. ആക്സിസിലുള്ള പോയിന്റ് നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുക്കുക, അവിടെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ഇതേപോലെ ഒരു ക്യൂ ആൻഡ് മൈനസ് ക്യൂ, ദേ ആർ ആക്ച്വലി സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. എന്ത് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞത്? 2a ഡിസ്റ്റൻസ് അല്ലേ?
ഒരു 2 way ഡിസ്റ്റൻസിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ, നമ്മൾ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇതിന്റെ ലെറ്റർ പി ആണ്. അതിന് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാന്ന് പറഞ്ഞത് -2+. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പൊ 2 ആണ്, ഇവിടെ മുതൽ ഇതുവരെ ഡിസ്റ്റൻസ് 2 ആണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഫ്രം -2+. ഓക്കെ, ഇനി ഇത് ആക്സിസിലല്ല പറഞ്ഞത്, ആക്സ് ആണെന്ന് പറഞ്ഞാൽ ഇതല്ല ഇതിന്റെ ആക്സിസ്, -2 +2 എക്സ് ആണ് കാണുന്നത്. ഇവിടെ കുറച്ചും കൂടി അപ്പുറത്തായിട്ട് കുറച്ചുകൂടി ഡിസ്റ്റൻസിൽ പി എന്നുള്ളൊരു പാർട്ടിക്കിളിന് ഒരു ചാർജിൽ ഒരു പി എന്നൊരു പോയിന്റ് ഉണ്ട്. അവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ കൊടുന്ന് വെക്കുകയാണ്. പി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, അവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ, നമ്മളെപ്പോഴും ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് ചാർജിന്റെ മേലെ 2 ഫോഴ്സുകളാണ് നെറ്റ് എഫക്റ്റിൽ ഉണ്ടാവുക. ഒന്ന് ഈ -q, ഈ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് അല്ലേ, പ്ലസ് ചാർജ് അല്ലേ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. സോ ആ ടെസ്റ്റ് ചാർജിനെ -q അട്രാക്ട് ചെയ്യും. പക്ഷെ അത് ഞാൻ ചെറിയ ലൈനായിട്ട് കാണിക്കുള്ളൂ. എന്താ കാരണം? -q കുറെ ദൂരെയാണ്. ഓക്കെ, ഇനി +q ആണെങ്കിലോ അത് നല്ലോണം റിപ്പലും ചെയ്യും. +q നന്നായിട്ട് റിപ്പലും ചെയ്യും. അപ്പൊ 2 ഫോഴ്സുകളാണ് ഇതിന്റെ മേലെ, 2 ഇലക്ട്രിക് ഫീൽഡാണ് ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്നത്. ഒന്ന് ടുവേർഡ്സ് -q ആൻഡ് അവേ ഫ്രം +q. നമുക്ക് രണ്ടും കൊണ്ട് ഉണ്ടാവുന്ന ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഫീൽഡ് അറ്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫീൽഡ് അറ്റ് പി ഈസ് ഈക്വൽ ടു ഇ ഡ്യൂ ടു -q വെക്ടർ ആണ് പ്ലസ് ഇ ഡ്യൂ ടു പി, ടോട്ടൽ ഫീൽഡ് അറ്റ് പി, അതായത് ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇ അറ്റ് -q പ്ലസ് ഇ അറ്റ് +q. ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമുക്കിത് എത്ര ദൂരത്തിലാണെന്ന് അറിയണം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ r ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ ഒരു ഡൈപോളിന്റെ സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ടെക്സ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും r എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിത് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ഡയഗ്രാം നോക്കുക. അപ്പൊ ആദ്യം ഇ ഡ്യൂ ടു പ്ലസ് q ഞാനൊന്ന് ചെയ്യാം. ആദ്യം ഇന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 q/r² ആണല്ലോ. r എന്ന് പറഞ്ഞ ദൂരം. ഇവിടെ നമുക്ക് +q എന്നുള്ള ദൂരമാണെങ്കിൽ എത്ര ദൂരമുള്ളത്? +q നിന്ന് ടോട്ടൽ -q മുതൽ q വരെയുള്ള ദൂരം എത്രയാണ്? 2a ആണ് അല്ലെ. ഇതിപ്പോ നമ്മൾക്ക് q മുതൽ p വരെയുള്ള ദൂരമാണ് വേണ്ടത്. q മുതൽ p വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? നിങ്ങളിവിടെ നോക്കി നോക്ക്. r - a ഹോൾ സ്ക്വയർ എന്നിട്ടുണ്ട്. അതെവിടുന്ന r - a ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയത്? ടോട്ടൽ നോക്കുക, അതായത് ഞാൻ ഇവിടുന്ന് വരയ്ക്കുക. ഡൈപോളുകൾക്കിടയിലുള്ള ദൂരം 2a, അതായത് സെന്റർ വരെയുള്ള ദൂരം a ആണെന്ന് അർത്ഥം ആണല്ലോ. ഇവിടെ മുതൽ p എന്നുള്ള പോയിന്റ് വരെയുള്ള ദൂരം എത്രയാണ്? r. അപ്പൊ ഈ ദൂരം എത്രയാ? r - a അല്ലേ. അതാണ് നമ്മൾ +qന്റെയും അതുപോലെ ഈ p എന്നുള്ള പോയിന്റിന്റെ ദൂരം എത്രയാക്കി എടുത്തത്? r - a. ഇനി r² പകരം ഇപ്പൊ എന്ത് കൊടുക്കണം? r - a² കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ അത് എഴുതുക. എന്താണ് ഡിനോട്ട് ചെയ്യേണ്ടത്? 1/4πε0 q + q ന് കുഴപ്പമൊന്നുമില്ല, q ഡിവൈഡഡ് ബൈ r - a ദ ഹോൾ സ്ക്വയർ. ഇതുപോലെ ഒരാളും കൂടി ഇല്ലേ? അടുത്ത ആളാരാണ്? അടുത്ത ആള് നമ്മളുടെ -q. അപ്പൊ അതും കൂടി എഴുതാം. e ∗ -q is equal to 1/4πε0 q ന്റെ പകരപ്രാവശ്യം എന്താ വരുന്നത്? -q ഡിവൈഡഡ് ബൈ, ഇനി ഇപ്പൊ എന്താ വരിക? r + a എന്നാ വരിക അല്ലെ. കാരണം r എന്ന് പറഞ്ഞാൽ p എന്നുള്ള പോയിന്റ് മുതൽ നമ്മൾ ഡൈപോളിന്റെ സെന്റർ വരെയുള്ളൂ, ഡൈപോളിന്റെ സെന്റർ വരെയുള്ളൂ r എന്നുള്ള ദൂരം. അവിടെ നിങ്ങളുടെ ഒരു a കൂടി എടുത്താലല്ലേ നമ്മൾ -q എത്തുള്ളൂ. സോ r + a ദ ഹോൾ സ്ക്വയർ. ഫൈനൽ ആൻസർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 ഈകൾ കൂടി ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ +q പ്ലസ് ഈ -q, e at p is equal to e due to +q plus e due to -q. That is equal to 1/4πε0 q by r എന്താണ്? r minus a the whole square plus 1/4πε0 q minus q divided by r plus a the whole square. ഇതിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റിയത് ആരൊക്കെയുള്ളത്? 1/4π q ഇവിടെ ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, തൽക്കാലം ഉണ്ട്, ബാക്കി ആൾക്കാരെ കൂടെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് കിട്ടുക? 1/4πε0 q പുറത്തുള്ളതാണ്, ഉള്ളില് ഇവിടെ ആരാ ബാക്കിയുള്ളത്? 1/r minus a the whole square. പിന്നെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ, മൈനസ് 1/r plus a the whole square. ഓക്കെ, ഇത്ര കാര്യം ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണത്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഉള്ളിലുള്ള ബോക്സിന്റെ ഉള്ളിലുള്ള 1/r minus a whole square ഇല്ലേ, അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1/r minus a the whole square plus 1/r plus a the
ഹോൾ സ്ക്വയർ. ഇതിനാണ് സിംപ്ലിഫൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, സോറി ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ക്രോസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യും. ആർ പ്ലസ് എന്റെ ഹോൾ സ്ക്വയർ ആണ് അങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഇതാ ആർ സ്ക്വയർ പ്ലസ് 2AR പ്ലസ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് 2AR, പിന്നെ എന്താ ബാക്കിയുള്ളത് പ്ലസ് എ സ്ക്വയർ. താഴെ എന്താ ഉണ്ടാവുക ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ നെഗറ്റീവിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നെഗറ്റീവ് ആർ സ്ക്വയർ ആവും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2AR ആവും, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് എ സ്ക്വയർ ഉണ്ടാവും. ആരെ ക്യാൻസൽ ചെയ്യുക, എ സ്ക്വയറും പോയി, ആർ സ്ക്വയറും മൈനസ് ആർ സ്ക്വയറും പോയി, 2AR മാത്രം ബാക്കിയുള്ള മേലെ. അപ്പൊ നമ്മൾ ഇക്വേഷന്റെ ടോപ്പ് സൈഡ് ന്യൂമറേറ്റർ എന്തായി 4AR ഡിവൈഡഡ് ബൈ, ഇത് നമ്മൾ നിങ്ങൾ എഴുതിയിട്ട് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അങ്ങനെ ഒരുപാട് എഴുതി ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചോദിച്ചോ. താഴെ ബാക്കി എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. പിന്നെ ഒരു പി ക്യാപ്പ് ഇങ്ങനെ കാണുന്നുണ്ടല്ലേ, അതൊന്നുമില്ല, ഡൈപോളിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഡൈപോളിന്റെ ഡയറക്ഷൻ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡൈപോൾ മൊമെന്റിന്റെ വെക്ടർ ആഡ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താണ് ഇപ്പോൾ E is equal to Q by 4 pi epsilon naught 4AR divided by R square minus A square whole square P cap അല്ലെ. ഇതിൽ നമ്മൾ ഒരു അസെപ്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താണ് അസെപ്ഷൻ കൊടുക്കുന്നത്, ആർ ഗ്രേറ്റർ ദാൻ ആർ എനേക്കാൾ ഒരുപാട് വലുതാണെങ്കിലോ. അപ്പൊ ഇതിൽ ചില ആളുകൾക്ക് ഇതൊന്നും തീരെ ബാധിക്കില്ല, ഇത്ര ആളുകൾക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എഴുതാം 4Q by 4 pi epsilon naught. മേലെ AR ഉണ്ട് അല്ലേ, അതിൽ അതുപോലെ എഴുതാം, അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ഡിവിഷനും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്, നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. താഴെ നോക്കുക, ആർ സ്ക്വയർ വലിയ നമ്പറാണ്, അതിന് ചെറിയൊരു നമ്പർ കുറച്ചാൽ നിങ്ങൾ ആലോചിക്കുക 1000 എന്നുള്ള നമ്പർ, 0.0001 കുറച്ച് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു നമ്പറിനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം റിമൂവ് ചെയ്യാം, അതിനോട് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് ബാക്കി ആരാ, ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതെന്താ സാധനം, r⁴ അല്ലേ, അപ്പൊ r⁴ പി ക്യാപ്പ് എന്ന് കിട്ടും. ഇനി ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു r⁴ ഉണ്ട്, കട്ട് ചെയ്ത് നമുക്ക് താഴെ r³ എന്ന് കിട്ടും. അപ്പൊ എന്തായി ഫൈനൽ ഇക്വേഷൻ 4 ഇവിടെ ഉണ്ട് 10 കൊണ്ടോട്ടെ 4AQ ഡിവൈഡഡ് ബൈ 4 pi epsilon naught r³. ഇവിടെ നിങ്ങൾ പോയിട്ട് ഈ 4ഉം 4ഉം വെട്ടാൻ നിൽക്കണ്ട, ടെക്സ്റ്റ് തന്നെ വെട്ടിയില്ല. എന്താ കാരണം അറിയാം, നമുക്ക് 1/4 pi എപ്സിലോണിന്റെ വാല്യൂ ആദ്യം അറിയാം. എന്താ വാല്യൂ, 9 × 10⁹9, 9 × 10⁹9. ഇതാണ് 1/4 pi epsilon naught വാല്യൂ. അപ്പൊ അത് നിങ്ങൾ പോയിട്ട് 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പൈയൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. പൈന്റെ വാല്യൂ അറിയാലോ, ഒന്നെങ്കിൽ 3.14 എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 22/7 എന്നൊക്കെ എടുക്കേണ്ടി വരും. അത് നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ 4നെ നിങ്ങൾ തൽക്കാലം തൊടാൻ നിൽക്കരുത്. ഓക്കെയാണ് പറഞ്ഞ കാര്യം. അപ്പൊ അതൊന്നും കൂടി നോക്കുക, എളുപ്പമാണ് ആ ഒരു ഡെറിവേഷൻ. ഇനി രണ്ടാമത്തെ ഡെറിവേഷൻ നോക്കുക, ഫോർ പോയിന്റ്സ് ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലെയിൻ. ഇവിടെയാണ് നമ്മളെ പാരലലോഗ്രാം ലോന്റെ ഒക്കെ ആവശ്യം വരിക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഇത്ര ഉള്ളു കാര്യം. ഒരു +Q അതുപോലെ ഒരു -Q, ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. നമുക്ക് കാണേണ്ടത് ആക്സിൽ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് ആക്സിന്റെ പ്രശ്നമില്ല. നമുക്ക് ഇവരുടെ ഇക്വിറ്റോറിയൽ പ്ലെയിൻ, അതായത് ഇവർ നിൽക്കുന്ന ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ, അവിടെ നമ്മളൊരു പോയിന്റ് P കൺസിഡർ ചെയ്യുമ്പോൾ P എന്നുള്ളൊരു പോയിന്റ്. അപ്പോൾ +Qനെ കൊണ്ട് അവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, Pയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ടെസ്റ്റ് ചാർജിനാണ് അല്ലേ. അപ്പൊ ടെസ്റ്റ് ചാർജ് പറഞ്ഞത് എങ്ങനെ ഉണ്ടാവുക, പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പൊ ആ പോസിറ്റീവ് ചാർജിൽ റിപ്പൽഷൻ ആവുന്നതാണ് ഈ ഡയറക്ഷനിലേക്ക് അതിന്റെ മേലുള്ള ഫോഴ്സ്. ഇനി -Q ആണെങ്കിൽ എന്താ ചെയ്യുക, -Q ആ ടെസ്റ്റ് ചാർജിനെ അട്രാക്ട് ചെയ്യുക. അപ്പൊ -Q ലുള്ള ഫോഴ്സ് താഴത്തേക്ക് ഉണ്ടാവും, ഇങ്ങോട്ടുണ്ടാവും -Q കൊണ്ട് ഫോഴ്സ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ 2 ഫോഴ്സുകളായില്ലേ, നമുക്ക് അതിന്റെ റിസൾട്ടന്റ് അല്ലേ വേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം റിസൾട്ടന്റ് കാണുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത് ഒരു വെക്ടറാണ്, ഇത് നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്യാൻ പറ്റുക, അതിന്റെ X കമ്പോണന്റും അതുപോലെ തന്നെ അതിന്റെ Y കമ്പോണന്റും. അതുപോലെ ഇതൊരു വെക്ടറാണ്, അതിനൊരു X കമ്പോണന്റ് ഉണ്ട്, അത് ഈ ഒരു ഡയറക്ഷൻ തന്നെ ഉണ്ടാവും. 2 വരയായിട്ട് കാണിക്കുക, അത് ഒരേ വരയിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ അതിനൊരു Y കമ്പോണന്റ് ഉണ്ട് നേരെ താഴത്തേക്ക്. ഈ കമ്പോണന്റുകൾ Y കമ്പോണന്റുകൾ എന്ത് ചെയ്യും, ക്യാൻസൽ ആവും. അപ്പൊ ഞാൻ ആര് മാത്രമേ ഉള്ളൂ, X കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഈ -Q ആയിരുന്നു താഴത്തേക്കുള്ളത്. അതുപോലെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂ ടു +Q, വെക്ടർ ഡിനോഷൻ കൊടുക്കുക കേട്ടോ, ഈ ഡ്യൂ ടു +Q. ഇനി നമ്മൾക്ക് പറയേണ്ടത് ഏതാണ്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ക്യാൻസൽ ആവും, പിന്നെ X കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. X കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഏതാ, കോസ് തീറ്റ കമ്പോണന്റ് ആണ്. അതായത് EQ കോസ് തീറ്റ ഉണ്ടാവും, അതുപോലെ ഈ -Q കോസ് തീറ്റ, ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ E അറ്റ് P എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോ E +Qന്റെ കോസ് വാല്യൂ, അതിന്റെ കൂടെ തന്നെ E -Qന്റെ കോസ് വാല്യൂ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ആദ്യം നമ്മൾ ഇനി ഇതിൽ മാർക്കിംഗ് ഇതിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതാണ് ഡൈപോള്, -Q +Q ക്കാണ് അതിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്.
പിന്നെ ഈ ഒരു പോയിന്റ് മുതൽ ഇതിന്റെ ഈ സെന്റർ മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം 6 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ദൂരം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ മൊത്തം 2a ആണ് എടുത്തപ്പോൾ ഈ ഒരു ഹാഫ് എത്ര a, ഈ ഒരു ഹാഫ് എത്രയാണ് a. ഇനി നമുക്കറിയാം, നമുക്ക് ഈ ലെങ്ത് കിട്ടിയിട്ടും കാര്യമില്ല, ഈ ലെങ്ത് കിട്ടിയിട്ടും കാര്യമില്ല. ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം പറഞ്ഞാൽ ഇതാ, പാർട്ടിക്കിൾ ഡിസ്ചാർജ് വെക്കുന്ന ദൂരം ഇതാണ്, അല്ലെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ ഇതാണ്. ഇവിടെ നമുക്കിപ്പോ നമ്മളെ പൈത്തഗോറസിന്റെ തിയറം യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഏതാണ് പൈത്തഗോറസിന്റെ തിയറം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പൊ ഇത് നമുക്കറിയില്ല, നമുക്ക് ഇതാണ് കാണേണ്ടത്. അപ്പൊ അതെന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ് ഈ ദൂരം. രണ്ട് ഭാഗത്തും തന്നെയല്ലേ വരിക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇക്വേഷനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതട്ടെ. ഇ ഡ്യൂ ടു പ്ലസ് ക്യൂ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ക്യൂ ബൈ 4π എപ്സിലൻ നോട്ട് 1 അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഇ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/4π എപ്സിലൻ നോട്ട് ക്യൂ ഡിവൈഡഡ് ബൈ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ? അപ്പൊ ഇത് ഓൾറെഡി സ്ക്വയർ റൂട്ട് ഉണ്ട്, അതിനെ സ്ക്വയർ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ആ ടേം മാത്രമേ കിട്ടുള്ളൂ, എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇതുപോലെ ഇ ഡ്യൂ ടു മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലൻ നോട്ട് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. രണ്ട് ടേമും കിട്ടിയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് രണ്ട് ടേമും കിട്ടി. ഇനി നമുക്കറിയാം അതിന്റെ കോസ് തീറ്റ കമ്പോണന്റ് മാത്രമാണ് നമുക്ക് ആവശ്യം. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ആ ഡൈപോളിന്റെ ഡയറക്ഷൻ കൂടി ആഡ് ചെയ്യാണ്. പി ക്യാപ് പി ക്യാപ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വെക്ടറും കൂടി ഇട്ടുണ്ട്, പി ക്യാപ്. അപ്പൊ ഇനി അതൊന്ന് റബ്ബ് ചെയ്യട്ടെ. നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്യണം. രണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള മൈനസും പോസിറ്റീവും ഒന്നും കണ്ടിട്ട് നിങ്ങൾ എന്താ വിടണ്ട, നമുക്ക് നമ്മളായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട്. ബാക്കി നോക്കാം. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് പി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? നമ്മൾ പറഞ്ഞ പോലെ പ്ലസ് ക്യൂനെ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് മൈനസ് ക്യൂനെ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. നമ്മളുടെ ചിത്രം എങ്ങനെയായിരുന്നു അല്ലെ? അതിൽ ഡൈപോൾ ഇവിടെ നിന്ന് കണ്ടിരുന്ന ഡൈപോൾ. പക്ഷെ നമ്മൾ റിസൾട്ടന്റ് ഇപ്പൊ നോക്കും, ഇവിടെ നിന്ന് കണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഡൈപോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റിസൾട്ടന്റിന് ഒരു നെഗറ്റീവ് കൂടി ഇട്ട് കൊടുക്കണം. നെഗറ്റീവ് ഓഫ് ഇ ഡ്യൂ ടു പ്ലസ് ക്യൂ പ്ലസ് ഇ ഡ്യൂ ടു മൈനസ് ക്യൂ, പിന്നെ കോസ് തീറ്റ നമ്മൾ പറഞ്ഞു അല്ലെ? തീറ്റ കമ്പോണന്റ് മാത്രമേ ഇടയുള്ളൂ, പി ക്യാപ്. നമുക്ക് ഇനി ഇ ഡ്യൂ ടു പ്ലസ് ക്യൂ നമുക്കറിയാം, ഇ ഡ്യൂ ടു മൈനസ് ക്യൂ നമുക്കറിയാം. കോസ് തീറ്റ എന്താ നമുക്കറിയില്ല. കോസ് തീറ്റ നിങ്ങൾ ചിത്രത്തിൽ നോക്കുക, തീറ്റ ഇവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസ്റ്റ് സൈഡ് എ ആണ്. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് എന്താ നമ്മൾ കണ്ടു? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതിന്റെ റൂട്ട് അല്ലെ? സ്ക്വയർ റൂട്ട്. അപ്പൊ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എഴുതിയ സ്റ്റെപ്പുകളിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. നമ്മൾ ഇതുവരെ എഴുതിയപ്പോഴൊക്കെ ക്യൂവിന് ഒരു ക്യൂ പ്ലസ് ക്യൂ ആണെന്നും മറ്റേത് മൈനസ് ക്യൂ ആണെന്നുള്ള ചാർജിന്റെ വാല്യൂ കൊടുത്തിരുന്നു. ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടും എന്ത് തന്നെ കൊടുത്താൽ മതി? ക്യൂ മാത്രം തന്നെ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാം ഇ ഈസ് ഈക്വൽ ടു ഇ അറ്റ് പി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്. അത് പിന്നെ എങ്ങനെ വന്നത് നിങ്ങൾക്ക് അറിയാലോ, കാരണം നമ്മുടെ ഡൈപോളമെന്റും റിസൾട്ടന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇ അറ്റ് പ്ലസ് ക്യൂ പ്ലസ് ഇ അറ്റ് മൈനസ് ക്യൂ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം നിങ്ങൾ ഇപ്പൊ വാല്യൂ കൊടുക്കുക എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയി പുറത്തേക്ക് എടുക്കാൻ പറ്റിയ കുറെ ആൾക്കാരുണ്ട്. രണ്ടിലും 1/4π എപ്സിലോൺ നോട്ട് ഉണ്ട്. ഈ നെഗറ്റീവ് പുറത്ത് കിടക്കുന്നുണ്ട്. ഇനി അതല്ലാതെ എന്തൊക്കെയാണത്? നമുക്കറിയാം ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. മറ്റേത് തന്നെയായിരുന്നു, ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ ഇത് ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി നമ്മൾ ഫൈനലായിട്ട് എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2. അപ്പൊ നമുക്ക് എന്തായി ഉള്ളിൽ ഫുൾ ആൻസർ എന്തായി? എനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2aq, പിന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1 ആണ്, ഓൾ റേസ് ടു 1 ആണ്, ഇവിടെ 1/2. അപ്പോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ അല്ലെ? അത് എവിടെയും ചെയ്യാം. 1 + 1/2 3/2. അപ്പൊ ഉള്ളിൽ ഇപ്പൊ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? 2aq ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 3/2. അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ കുറെ സ്റ്റെപ്പ് വിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ കോസ് തീറ്റ ചേഞ്ച് ചെയ്തത് നിങ്ങൾ കാണൂല. അപ്പൊ അത് നിങ്ങളോട് ശരിക്കും ശ്രദ്ധിക്കണം. കോസ് തീറ്റ എങ്ങനെ ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞത് നമ്മള് ചിത്രം ഡയഗ്രം ശരിക്കും ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ തീറ്റ മാർക്ക് ചെയ്തത് എവിടെയാണ്? അഡ്ജസന്റ് സൈഡ് എ ആണ്. ഈ ഭാഗത്ത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1/2. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് തൊട്ടടുത്തുള്ളത് എ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1/2. ടെക്സ്റ്റ് എത്ര വട്ടം വേണമെങ്കിലും വായിച്ചോ, ഈ സാധനം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അതുപോലെ നമ്മൾ എന്താണ് ഈ നെഗറ്റീവ് കൂടെ കൊടുത്തത്, നമ്മളെ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് കണ്ടാണ്, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടാണ്, നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ആ വെക്ടറിന് ഒരു നെഗറ്റീവ് സിമ്പൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്തോ അസംഷൻ, നേരത്തെ നമ്മൾ ഇത് ആർ ഗ്രേറ്റർ ദാൻ എ നിർത്തില്ലേ, ഇവിടെ അതുപോലെ ഒരു അസംഷൻ ചെയ്യാൻ പോണ്. ആർ ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എന്താ ഉണ്ടാവുക, ഇ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ ഇക്വേഷൻ എടുത്ത്, ഇ അറ്റ് പി ഈസ് ഈക്വൽ ടു 2aq ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ആ പുറത്തൊരു 4πε0 കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അസംഷൻ ആർ ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു നമ്പറിന്റെ കൂടെ പിന്നെ ഇപ്പൊ ഞാൻ പറയാം 1,00,000 കോടിന്റെ കൂടെ 1 രൂപ കൂട്ടുക, വലിയ ചേഞ്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഈ ഒരു നമ്പറിന് നമ്മൾ ഇനി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ കിട്ടുക, ഇ അറ്റ് പി അല്ലെ, ഇ അറ്റ് പി ഈസ് ഈക്വൽ ടു 2aq ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ 4πε0 ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഈ 2ഉം 2ഉം പോകും, സ്ക്വയർ റൂട്ടും സ്ക്വയറും പോകും, ബാക്കി ആരും മാത്രം ക്യൂബ് മാത്രം. അപ്പൊ ഇ അറ്റ് പി ഈസ് ഈക്വൽ ടു 2aq ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് കമ്പയർ ചെയ്യുക. നമ്മൾ ഇക്വിറ്റോറിയൽ പ്ലെയിനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ കണ്ടു, അതുപോലെ ആക്സിലുള്ളത് കണ്ടു. ഇതിൽ ഏതാ കൂടുതൽ? ഒബ്വിയസ്ലി ആക്സിലുള്ളതാണ് കൂടുതൽ, കാരണം അവിടെ മൈനസ് ഇല്ല, ഒന്നത് നെഗറ്റീവ് അല്ല. അത് പിന്നെ നമുക്ക് ചിന്തിക്കാതെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 4aq ഉണ്ട്, ഇവിടെ ആകെ 2aq ഉള്ളൂ. അപ്പൊ നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എങ്ങാനും ഇക്വിറ്റോറിയലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നു വിചാരിക്കും, ഇക്വിറ്റോറിയലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, അത് നെഗറ്റീവ് ഓഫ് 2aq ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ് ആണല്ലേ. ഇതിനെ നമുക്ക് ആക്സിസിലേക്ക് ഉള്ളതാക്കി മാറ്റാം. എങ്ങനെയെന്നറിയോ, ആക്സിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ എന്താണോ സൈന് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നെഗറ്റീവ് ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് 10 എന്നൊരു ഉത്തരമാണ് തന്നത് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താക്കണം, -10 ആക്കണം. പോരാ, ഇവിടെ 2aq ആയിരുന്നു, ഇവിടെ അതിന്റെ ഡബിൾ ഉണ്ട് 4aq ആണ്. അപ്പൊ നിങ്ങൾ അതിനെ 2 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 20 കിട്ടും അല്ലെ. ആദ്യം എന്താ ചെയ്യേണ്ടത്, സൈന് മാറ്റുക, പിന്നെ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നിങ്ങളെ മനസ്സിൽ വേണം, നിങ്ങൾക്ക് MCQ ഒക്കെ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് ഡൈപോൾ മൊമെന്റിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അല്ലെ, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്താ എടുത്തത്, 2a എന്നാണ് എടുത്തത്. ഇവിടെ ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് ക്യൂവിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യണത്, എയിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യണത്, രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. QA എന്നുള്ള ടേമിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. രണ്ട് ഇക്വേഷൻ നോക്കി നോക്കുക, ഒന്നിൽ 2aq മറ്റേതിൽ 4aq. അത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് Q മാത്രമല്ല A മാത്രമല്ല, രണ്ടും കൂടിയാണ് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ, ഡൈപോൾ മൊമെന്റ് നേരത്തെ പറഞ്ഞ റെപ്രസെന്റ് ലെറ്റർ P ആണ്, വെക്ടർ ആണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ദെൻ പി ക്യാപ്, അതിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് കണ്ടെന്ന് പറയുന്നത് മൈനസ് ടു പോസിറ്റീവ്, മൈനസ് ചാർജ് മുതൽ പോസിറ്റീവ് ചാർജ് വരെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മുമ്പ് എഴുതിയ രണ്ട് ഇക്വേഷനുകളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ ആക്സിന്റെ കേസിൽ എഴുതി ഇ അറ്റ് പി ഈസ് ഈക്വൽ ടു 4aq ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല, ആർ ക്യൂബ് അല്ലെ, 4πε0 ആർ ക്യൂബ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ AQ എന്ന് കണ്ടോ നിങ്ങൾ, ഈ 4aq നിങ്ങൾ സ്പ്ലിറ്റ് ആക്കുക, 2 × 2aq ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. 2aq പറഞ്ഞാൽ എന്താണ് സാധനം, P ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇതാ ഇ അറ്റ് പി ഈസ് ഈക്വൽ ടു 2 × p ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. ഇതുപോലെ ഇക്വിറ്റോറിയലിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്ത്, ഇ അറ്റ് പി ഈസ് ഈക്വൽ ടു -2aq ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. നിങ്ങൾ ദയവായി ഇത് വെട്ടരുത് കേട്ടോ, കട്ട് ചെയ്താൽ ആകെ ബുദ്ധിമുട്ടാവും. ദിസ് ഈസ് ഈക്വൽ ടു 2aq പറഞ്ഞാൽ P അല്ലേ, -p ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. ക്ലിയർ ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ ഡൈപോൾ മൊമെന്റ് ടേംസിൽ ഈ ഇലക്ട്രിക് ഫീൽഡുകളെ റെപ്രസെന്റ് ചെയ്യും കൂടി ചെയ്തു. ഇനി നമുക്ക് ബാക്കി നോക്കാം. Notice the important point that dipole field at large distance falls off not as 1/r². നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കുമ്പോൾ അവിടെ 1/r² എന്ന ഇക്വേഷൻ അല്ല വരുന്നത്, 1/r³ ആണ്. അതിന്റെ അർത്ഥം ദൂരം കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സാധാരണഗതിയിൽ കുറയുന്ന പോലെ അല്ല ഡൈപോൾ മൊമെന്റിനെ കൊണ്ട് കുറയാം, വല്ലാതെ കുറയും. ഓക്കെ, ഫർദർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡൈപോൾ ഫീൽഡ് ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ ഡിസ്റ്റൻസ് r ബട്ട് ആൾസോ ഓൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ പൊസിഷൻ വെക്ടർ r ആൻഡ് ദ ഡൈപോൾ മൊമെന്റ് p. ഇവിടെ നമ്മൾ കോസ് തീറ്റയ്ക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, കോസ് തീറ്റയ്ക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട് പറഞ്ഞാൽ തീറ്റയ്ക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആറിന് മാത്രമല്ല, നമ്മൾ മുമ്പ് ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുമ്പോൾ പറഞ്ഞു ഇത് ആകെ ഡിപ്പെൻഡന്റ് ആവുന്നത് ക്യൂവിനെയും അതുപോലെ ആറിനെയാണ്. ഇപ്പൊ ക്യൂ ഫിക്സ്ഡ് ആണെങ്കിൽ പിന്നെ ആകെ ഡിപ്പെൻഡ് ചെയ്യുക ആറിന് മാത്രമാണ്. പക്ഷേ ഈ കേസിൽ
കേസിൽ ഡൈപോൾ മൊമെന്റിനെ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അത് ക്യൂവിനെ അല്ലെങ്കിൽ ആറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യണത്, അവിടുത്തെ ആ ആംഗിളിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ തിങ്ക് ഓഫ് ദ ലിമിറ്റ് വെൻ ഡൈപോൾ സൈസ് 2a അപ്രോച്ച് 0. ഈ ഡൈപോളിൽ അത് അടുത്തേക്ക് വന്നിട്ട് രണ്ട് ചാർജും കൂടി തൊട്ടടുത്ത് വന്ന് ആ എ എന്നുള്ള 2a എന്നുള്ളത് 0 ആവുന്ന ഒരു കേസ് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ആവുമ്പോൾ the charge q approaches infinity in such a way that product p is equal to q into 2a is finite. നിങ്ങൾ ആലോചിക്കുക, p ഫിക്സഡ് ആണ്, ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് പറഞ്ഞ ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ ഞാൻ പ്ലസ് ക്യൂനെയും മൈനസ് ക്യൂനെയും അടുത്തടുത്ത് വെച്ചു, കുറച്ചൊരു ഡിസ്റ്റൻസിൽ വെച്ചു. അപ്പൊ ഞാൻ എത്ര വരെ അടുത്തേക്ക് വെച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കൂടെ ഇമാജിൻ ചെയ്യാലോ. അപ്പൊ അവർക്ക് അവിടെ എന്തുണ്ടാവണം? ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. അപ്പൊ സെയിം ചാർജുകൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ ആ ദൂരത്തിനെ നിങ്ങൾ നോക്കണ്ട, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്റ്റൻസ് ഡൈപോൾ മൊമെന്റ് അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും, അത് ഫിക്സഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ പോലെയാണെങ്കിൽ 2a കുറഞ്ഞു വരികയാണെങ്കിൽ പി കോൺസ്റ്റന്റ് ആക്കാൻ ക്യൂ എന്ത് ചെയ്യേണ്ടി വരും? നല്ലോണം കൂടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ദൂരം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും, ആ ചാർജിന്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സച്ച് ഡൈപോൾ ഈസ് റെഫേർഡ് ടു ആസ് പോയിന്റ് ഡൈപോൾ. അങ്ങനെ രണ്ട് ചാർജുകൾ അത്രയും അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഡൈപോളിനെ വിളിക്കുന്ന പേരാണെന്ത്? പോയിന്റ് ഡൈപോൾ. അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഡൈപോൾ പോയിന്റ് ഡൈപോൾ ആണെന്ന് മാത്രമല്ല, അവരുടെ കേസിൽ ഈ 1.20 അതുപോലെ 1.21 ഇക്വേഷൻ എക്സാക്ട് ആവും. നിങ്ങൾ ഏത് ആർ വാല്യൂ ആണെങ്കിലും എടുത്തോ, അവിടെ ആ ഇക്വേഷനിൽ യാതൊരു എററും ഉണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കുക, ഇങ്ങനെ പോയിന്റ് ഡൈപോൾ അല്ലെങ്കിൽ അത് കുറച്ചൊക്കെ ഡിസ്റ്റൻസിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈപോൾ. അപ്പൊ ഡൈപോളുകൾ ഡെയിലി ലൈഫിൽ എവിടെ ഉപയോഗിക്കുന്നത്? ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതല്ല, നമ്മൾ ഇവിടെ കാണാൻ സാധ്യതയുള്ളത് കെമിസ്ട്രിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡൈപോൾ ഇന്ററാക്ഷൻ. നമുക്ക് നമ്മൾ പഠിക്കുന്ന ഫിസിക്സിലാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? കെമിസ്ട്രിയിലാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ചില മോളിക്യൂളിനൊക്കെ ഡൈപോൾ മൊമെന്റ് ഉള്ളതായിട്ട് പറഞ്ഞു. എല്ലാവർക്കും ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇല്ല, ചിലർക്ക് എന്നാലും ഉണ്ട്. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ CH4 കേസിൽ അവരുടെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഇതിന്റെ കാരണം അവിടെ അവരുടെ പോസിറ്റീവ് ചാർജും അതുപോലെ നെഗറ്റീവ് ചാർജും സെയിം പ്ലേസിലാണ് ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, CH4 പൊളാരിറ്റി ഉള്ള മോളിക്യൂൾ ആണോ? അല്ല. CO2 പൊളാരിറ്റി ഉണ്ടോ? CO2 കേസിൽ പൊളാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് എൻഡിലും ഓക്സിജൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരിക. അവർ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ ചിലപ്പോൾ ഡൈപോൾ മൊമെന്റ് കാണിച്ചുകൂടായില്ല. പക്ഷെ അല്ലാത്ത കേസിൽ അവരെ ചാർജ് സെപ്പറേഷൻ ഇല്ല, അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഇല്ല. ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിലേ, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ ഡൈപോൾ മൊമെന്റ് ഉള്ളൂ. ഇവിടെ ഒന്നും ചാർജ് സെപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് സാധാരണഗതിയിൽ ഡൈപോൾ മൊമെന്റ് കാണിക്കാറില്ല. ഇനി മറ്റു ചില മോളിക്യൂൾസ് ഉണ്ട്, അവിടെ ഇതുപോലെയല്ല, പൊളാരിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ പൊളാരിറ്റി ഇല്ല, അതുപോലെ ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അങ്ങനത്തെ മോളിക്യൂൾ നമ്മൾ പോളാർ മോളിക്യൂൾ എന്ന് വിളിച്ചത് അല്ലെ. H2O പോളാർ മോളിക്യൂൾ ആണ്, HCl പോളാർ മോളിക്യൂൾ ആണ്. എന്താ ഇതിന്റെയൊക്കെ പ്രത്യേകത? അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ വ്യത്യാസം കൊണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ അവിടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. കറന്റ് കൊടുത്തില്ലെങ്കിലും ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അങ്ങനത്തെ മോളിക്യൂൾ വിളിക്കുന്നവരാണ് പോളാർ മോളിക്യൂൾസ്. വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. വേരിയസ് മെറ്റീരിയൽ ഹാവ് റൈസ് ടു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഇൻ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. വെറുതെ ബ്ലാ 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 കണ്ടന്റ് ആണ്, ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് പറയുന്നതല്ല. നോക്കി വെക്കുക, കൺസെപ്റ്റുകൾക്ക് നമുക്ക് ആവശ്യം വരും. ഇപ്പൊ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ അറിയാതിരിക്കരുത്. കെമിസ്ട്രിന്റെ കേസിൽ നമ്മൾ ഇന്ററാക്ഷന്റെ യൂസ് ഒക്കെ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ടും കണ്ടുള്ളത് ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, അതുപോലെ അതിന്റെ രണ്ട് ഡെറിവേഷൻ. ഇത് തന്നെ എമ്പാടുമാണ്, അത്യാവശ്യം കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെറിവേഷൻ ടെക്സ്റ്റിൽ ഇല്ലാത്ത ചില സ്റ്റെപ്പുകൾ കൂടെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക് ഇതാണ്, ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, രണ്ട് സബ് കാറ്റഗറി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Write the question now. What do you mean by electric dipole? Give its equation. Then അതിന്റെ B part derive the equation for electric field due to a dipole at equatorial plane and in the axis. Compare their values. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇലക്ട്രിക് ഡൈപോൾ തന്നെ ഒരൊറ്റ ടോപ്പിക് കൂടി ഇനി നമുക്കുണ്ട്. അതുപോലെ നിങ്ങൾ ഈ എക്സാമ്പിൾ 1.10 ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.